സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ പൂർണ്ണമായി കിട്ടാതെയുള്ളത് 1-2 അല്ല 1.94 ലക്ഷം പേരാണ്. കേന്ദ്ര വിഹിതം സംസ്ഥാനം മുൻകൂറായി അടച്ചു. പക്ഷേ എന്നിട്ടും പെൻഷൻകാർക്ക് പണം കിട്ടുന്നില്ല. പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ പിഴവാണ് ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നു. എന്ത് കാരണമാണെങ്കിലും പെൻഷൻകാരുടെ അവസ്ഥ ദുരവസ്ഥ. സംസ്ഥാനത്ത് ഈ മാസം വിതരണം ചെയ്ത ക്ഷേമ പെൻഷനാണ് 1.94 ലക്ഷം പേർക്ക് പൂർണ്ണമായും ലഭിക്കാതിരുന്നത്. സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന 5 ഇനം പെൻഷനുകളിൽ 3 ഇനം പെൻഷനുകൾക്കാണ് കേന്ദ്ര വിഹിതം കൂടിയുള്ളത്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ എന്നീ 3 ഇനങ്ങൾക്ക് 200 രൂപ, 300 രൂപ, 500 രൂപ എന്നീ നിരക്കുകളിലാണ് കേന്ദ്ര വിഹിതം. 6.8 ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷനിൽ കേന്ദ്ര വിഹിതമുള്ളത്. കേന്ദ്ര വിഹിതം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ സംസ്ഥാനം മുൻകൂറായി നൽകുകയും പിന്നീട് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കുകയുമാണ് പതിവ്. ഇത്തവണയും പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴി തുക മുൻകൂറായി നൽകിയെങ്കിലും 1.94 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിയിട്ടില്ല. സംസ്ഥാനത്തിന്റെ വിഹിതം മാത്രമാണ് ഇവർക്ക് ലഭിച്ചത്. വാർദ്ധക്യകാല പെൻഷനുകാർക്ക് 1400 രൂപയും, വിധവാ പെൻഷനുകാർക്ക് 1300 രൂപയും, വികലാംഗ പെൻഷനുകാർക്ക് 1100 രൂപയുമാണ് ലഭിച്ചത്. പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സംവിധാനത്തിലെ പ്രശ്നമാണ് തുക അക്കൗണ്ടിലെത്താൻ തടസ്സമായതെന്ന് കേന്ദ്രം സംസ്ഥാനത്തെ അറിയിച്ചു. ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് കേന്ദ്രത്തിന്റെ ഉറപ്പ്. 24 തിരുവനന്തപുരം.